നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ എന്ന ആയത്തിൻ്റെ അവിടെയാണ് എടുത്തു വെച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു അവലം യറൗ. എന്താ അവലം യറൗ? അവർ അവലം യഅലം, അവർ മനസ്സിലാക്കിയില്ലേ, അറിഞ്ഞില്ലേ. അവലം യറൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ എന്ന് അർത്ഥമുണ്ട്, മനസ്സിലാക്കിയില്ലേ എന്ന് അർത്ഥമുണ്ട്. അന്ന ഖലഖ്നാ ലഹും, അന്ന തീർച്ചയായും നാമാണ്, ഖലഖ്നാ ലഹും അവർക്ക് വേണ്ടി സൃഷ്ടിച്ചത്. അന്ന ഖലഖ്നാ നാം സൃഷ്ടിച്ചു, ലഹും അവർക്ക് വേണ്ടി. ആരെ സൃഷ്ടിച്ചു? അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? അൻആമൻ, അൻആമിനെ സൃഷ്ടിച്ചു. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു അൻആമൻ, അൻആമിനെ. എവിടെ നിന്ന്? മിമ്മ അമിലത് ഐദീന, മിമ്മ അമിലത് ഐദീന നമ്മളുടെ കരങ്ങൾ നിർമ്മിച്ചതിൽ നിന്ന്, സൃഷ്ടിച്ചതിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ കരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മുടെ കരങ്ങൾ നിർമ്മിച്ചതിൽ നിന്ന് അൻആമിനെ അവർക്കായി നാം സൃഷ്ടിച്ചു എന്നത് അവർ മനസ്സിലാക്കിയില്ലേ. ഫഹും അതിൽ പിന്നെ ആ അൻആമിനെ ഹും അവർ, അതിൽ പിന്നെ ഹും അവർ ലഹ, ലഹ എന്ന് പറഞ്ഞാൽ ഈ അൻആം, അൻആമിനെ ഈ കാലികളെ മാലികൂൻ, മാലികൂൻ എന്ന് പറഞ്ഞാൽ അവർ ഉടമപ്പെടുത്തുന്നു, ഉടമപ്പെടുത്തുന്നവരാകുന്നു. മാലികൂൻ എന്ന് പറഞ്ഞാൽ മാലികൂൻ ലിൽ അൻആം, ഈ കാലികളുടെ ഉടമസ്ഥർ അവർ ആയിത്തീരുന്നു എന്നാണ്. ഉടമസ്ഥരാകുമ്പോൾ ഈ കാലികളിൽ അവരെന്താ ചെയ്യുക? കാലികളുടെ ഉടമസ്ഥരാകുമ്പോൾ കാലികൾ എന്ത് ചെയ്യുക? അവരുപയോഗപ്പെടുത്തും അല്ലേ? അവർ വിൽക്കും, അവർ വാങ്ങും അല്ലേ? അവരുപയോഗപ്പെടുത്തും. എന്തിനുപയോഗപ്പെടുത്തും? യാത്രക്ക് ഉപയോഗപ്പെടുത്തും, പിന്നെ ഭക്ഷണത്തിന് ഉപയോഗപ്പെടുത്തും, കൃഷിക്ക് ഉപയോഗപ്പെടുത്തും. പോത്തുകളെ വെച്ച് പൂട്ടും അല്ലേ? കാളകളെ വെച്ച് പൂട്ടും. അതേപോലെ തന്നെ അവർ യുദ്ധത്തിനുപയോഗിക്കും, യുദ്ധത്തിനുപയോഗിക്കും. അതേപോലെ വേട്ടക്ക് കാലികൾ, ഇവിടെ കാലികൾ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആടുകൾ, മാസ്, ആടുകൾ, പിന്നെ ബക്കർ, മാടുവർഗം, അതേപോലെ തന്നെ ഒട്ടകം. ഇതാണ് ഫഹും ലഹ മാലികൂൻ. മത്സരത്തിന് ഉപയോഗിക്കൂലേ? കാളപൂട്ടാൻ ഉപയോഗിക്കൂലേ? കാളപൂട്ട് മത്സരം, ഒട്ടക മത്സരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒട്ടകം മത്സരിക്കാൻ ഉണ്ടായി. ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, അദുബ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒട്ടകം ഉണ്ടായിരുന്നു, അദുബ. ഈ അദുബ തന്നെയാണ് കസ്വ, റസൂലുള്ളാഹിൻ്റെ കസ്വ ഒട്ടകം. റസൂലുള്ളാഹി ഹജ്ജ് ചെയ്തപ്പോൾ ആ ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടകം, അതിന് അദുബ എന്നും പറയും, കസ്വ എന്നും പറയും. ഈ അദുബ കസ്വ എന്ന് പറഞ്ഞാൽ കൊമ്പ് പൊട്ടിയത് എന്നാണ് പറയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന് തന്നെ കൊമ്പ് പൊട്ടിയിട്ടൊന്നും ഉണ്ടായില്ല, നല്ലൊരു ഒട്ടകേ. കാനത്ത് ലാ തുസ്ബഖ് എന്നാണ് റസൂലുള്ളാഹിൻ്റെ ഈ അദുബ ഒട്ടകത്തിനെ ഒരൊട്ടകത്തിനും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. ലാ തുസ്ബഖ് എന്ന് പറഞ്ഞാൽ മത്സരിച്ച് ഓടുകയാണെങ്കിൽ ഈ ഒട്ടകൻ എപ്പോഴും മുന്നിലുണ്ടാകുക, ജയിക്കതാണ്. പക്ഷെ ഒരിക്കൽ ആറാബി ഒരു കഴുതിനെയും കൊണ്ടുവന്ന, കഴുത് അല്ലെങ്കിൽ കഴുത് ഒട്ടകമായിട്ട് വന്നു എന്നാണ്. കഴുതാകുമ്പോൾ ഇത് പെണ്ണൊട്ടകല്ലേ, കഴുത് നേറ്റ് വന്നു. അങ്ങനെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദുബ ഒട്ടകവും ആ കഴുതും മത്സരിച്ച് ഓടി. ആ മത്സരത്തിൽ എന്ത് ചെയ്തു? ഇത് തോൽപ്പിക്കപ്പെട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം തോൽപ്പിക്കപ്പെട്ട്. അതിനെ തോൽക്കുക എന്നുള്ളത് അതിൻ്റെ പതിവല്ല, പക്ഷേ അതിൽ ആ മത്സരത്തിൽ തോറ്റ്. ഒരു ആറാബിൻ്റെ ഒട്ടകത്തിനോടാണ് തോറ്റത്. അപ്പോൾ സഹാബികൾക്ക് ഭയങ്കര വിഷമമായി, സഹാബികളത് ഭയങ്കര വിഷമമായി. അത് അവരുടെ മുഖത്ത് നേളിച്ചു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം തോറ്റു എന്നുള്ളതിനാലാണ്, അല്ലാതെ ഒരു കഴുതിനോട് ഒരു നാക്കത്ത് തോൽക്കുക എന്നുള്ളതൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം തോറ്റു, അത് തോൽക്കാൻ പതിവില്ലാത്ത, ശീലമില്ലാത്ത ഒട്ടകം തോറ്റു എന്നുള്ളതാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളോട് പറഞ്ഞതാണ്, ഹഖ്ഖുൻ അലല്ലാഹ് അല്ലാ യർതഫിഅ ശൈഉൻ ഇല്ലാ വദഅഹു. ഒരു സംഗതിയും ഈ ദുനിയാവിൽ തല ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നിലത്ത് വെക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ മേൽ ബാധ്യതയാണ്. ഈ ദുനിയാവിൽ ഏതൊരു പടപ്പും അത് എത്ര ഉയർന്നിട്ടുണ്ടോ എന്നും ഉയർച്ചല്ല. പിന്നെ ഒരു ദിവസം അതിന്
താകേണ്ടി വരിക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ്. പൂർണ്ണത എപ്പോഴും ആർക്ക് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം എത്ര ഉയർന്നിട്ടുണ്ടെങ്കിലും അത് പതിതമാകുന്ന താഴ്ന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമല്ല, പഠിച്ചവൻ്റെ സുന്നത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അത് ഒട്ടകം. അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് അയ്ദീനാ അൻആമുൻ ഫഹും ലഹാ മാലികൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു വിഷയം, ഈ നമ്മൾ മിമ്മാ അമിലത് അയ്ദീന എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മളുടെ കൈകൾ ചെയ്തത്, പ്രവർത്തിച്ചത് അല്ലേ? നമ്മളുടെ കൈകൾ പ്രവർത്തിച്ചത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എന്താ? കൈകൾ പ്രവർത്തിച്ചത് എന്നാണോ അതല്ല അള്ളാഹു പ്രവർത്തിച്ചത് എന്നാണ്? അള്ളാഹു പ്രവർത്തിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച വിഷയം പറയുമ്പോൾ എന്താണ്? ഖലഖ്തു ബി യദയ്യ എന്നാണ്. ഈ വിഷയം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച. ആദമിനെ സൃഷ്ടിച്ച് പറഞ്ഞത് ഖലഖ്തു ബി യദയ്യ എന്ന് പറഞ്ഞത്. ഇവിടെ മിമ്മ അമിലത് ബി ഐദീന എന്ന് പറഞ്ഞില്ല. എന്നാൽ ആദമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇരു കരങ്ങൾ കൊണ്ട് പടച്ചതിന് സുജൂദ് ചെയ്യാത്തത് എന്തിനും ചോദിക്കുന്നുണ്ട്. അതേപോലെ മഹ്ശറയിൽ ആളുകൾ ചെന്നിട്ട് ആദം നബിയോട് ഷഫായത്തിന് പറയുമ്പോൾ, ഷഫായത്തിന് അർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് താങ്കളെ പഠിച്ചു. ഖലഖക അല്ലാഹു ബിയദൈ വ അസ്ജദലക ബിമലായികതിഹി വനഫഖ ഫീക മിൻ റൂഹിഹി, അങ്ങനെ പറഞ്ഞു. വനഫഖ ഫീക മിൻ റൂഹി വ അസ്ജദലക ബിമലായികതിഹി. അള്ളാഹുവിൻ്റെ രണ്ട് കൈകൾ കൊണ്ട് താങ്കളെ പഠിച്ചു. അള്ളാഹുവിൻ്റെ റൂഹിൽ താങ്കളിൽ ഊതി. മലക്കുകളെ കൊണ്ട് അള്ളാഹു സുജൂദ് ചെയ്യിപ്പിച്ചു താങ്കൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ട്. അവിടെയൊക്കെ ബി യദയ്യ എന്നാണ് പറയുന്നത്. എന്നാൽ ആ ബി എവിടെ പ്രയോഗിച്ചില്ല? അമിലത്ത് ബി ഐദീന എന്ന് പറഞ്ഞില്ല. അതെന്താ അതിൻ്റെ വ്യത്യാസം? അതെന്ത് മനസ്സിലാക്കാനാണ്? ആദമിനെ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹിൻ്റെ കൈ കൊണ്ട് നേരിട്ട് പഠിച്ചതാണ്. ആദമിൻ്റെ രൂപം അള്ളാഹു സുബ്ഹാനഹു തആല മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിൽ അള്ളാഹു എന്ത് ചെയ്യാണ്? റൂഹുദാണ് ചെയ്തത്. അത് നേരിട്ട് അള്ളാഹിൻ്റെ കൈ കൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനമല്ല ഇവിടെ മറ്റ് പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് പടക്കുന്നത്, പക്ഷേ അള്ളാഹുവിൻ്റെ കൈ കൊണ്ട് നേരിട്ടല്ല. അള്ളാഹുവിൻ്റെ കൈ കൊണ്ട് നേരിട്ടല്ല. അത് ആ ഒരു വിഷയം വ്യത്യാസം മനസ്സിലാക്കാനാണ് ഇവിടെ ആദമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ബി യദയ്യ എന്ന് പറഞ്ഞത്. വലൈക്കും സലാം. എന്നാൽ മറ്റു സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ബി ചേർത്ത് പറയാത്തത്. ആ ഒരു വിഷയം ഇവിടെ മനസ്സിലാക്കണം. പിന്നെ അള്ളാഹുവിൻ്റെ കൈകൾ അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചതിൽ നിന്ന് അൻആമിനെ നിങ്ങൾക്കായി നാം സൃഷ്ടിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അവർ മനസ്സിലാക്കുന്നില്ലേ? ഫഹും ലഹ മാലികൂൻ. അള്ളാഹു സൃഷ്ടിച്ചതിനെ അവർ ഉടമപ്പെടുത്തുന്നവരാകുന്നു എന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ, അവർ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു സൃഷ്ടിച്ച കാലികൾ, അത് അവർക്കുള്ള ഈ നിഷേധികൾക്കുള്ള പ്രധാന അനുഭവമാണ്. കാരണം അവിടെ കൃഷി കാര്യങ്ങളൊന്നുമില്ലല്ലോ മക്കത്തുള്ളത് എന്താ? മക്കത്ത് കാലികളാണ്, ഒട്ടകങ്ങളാണ്, ആടുകളാണ്. ആ ആടുകളെ ഒട്ടകങ്ങളെ എന്ത് ചെയ്യുന്നു? അവർ വാങ്ങുന്നു, വിൽക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു, യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു, മത്സരത്തിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, അവലം യറൗ, അവരത് മനസ്സിലാക്കുന്നില്ല?